സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ മാനുവൽ പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഭക്തിയിൽ ആറന്മുള ശൈലിയിൽ പാടുമ്പോൾ വേഗതയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് വഞ്ചിപ്പാട്ട് ആചാര്യൻ ചെന്നിത്തല രാധാകൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 4ാം ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ നമുക്ക് ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരമാണ് ചേലക്കോട്ടുകര കുരിയാർച്ചിറ ഹോളിമാതാ സ്കൂളിൽ നടക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള മത്സരം പുരോഗമിക്കുമ്പോഴാണ് വഞ്ചിപ്പാട്ട് ആചാര്യൻ ചെന്നിത്തല രാധാകൃഷ്ണൻ അവരെ കാണുന്നത്. കഴിഞ്ഞ ചെന്നിത്തല പള്ളിയോടത്തിൽ പാട്ടുകാരനായും തുഴച്ചിൽക്കാരനായും കയറിയ രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നു. ഞാൻ പറയാൻ കാരണം 59ാമത്തെ സ്കൂൾ കലോത്സവത്തിലാണ് വഞ്ചിപ്പാട്ട് ആറന്മുള ശൈലിയിലോ അത് തന്നെ ആക്കണം എന്നുള്ളൊരു നിവേദനം കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വിധി നിർണ്ണയം? ഈ വഞ്ചിപ്പാട്ടെന്ന് പേരുണ്ടെങ്കിലും വഞ്ചിപ്പാട്ടിൽ 2 ശൈലിയാണ് ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ കാണുന്നത്. സ്കൂൾ കലോത്സവത്തിലെ വഞ്ചിപ്പാട്ടിൽ കുട്ടനാട് ശൈലിയും ആറന്മുള ശൈലിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വെച്ചുപാട്ടെന്നൊരു ശൈലി നേരത്തെ പാടുമായിരുന്നു, പക്ഷേ അത് ഒഴിവാക്കി ഇപ്പോൾ 2 ശൈലിയാണ്. പക്ഷേ ഈ 2 ശൈലിയിലും വളരെയധികം വ്യത്യാസങ്ങളുള്ള ശൈലിയാണ് രണ്ടും തമ്മിൽ. പ്രത്യേകിച്ച് നമ്മുടെ അവിടെ കുട്ടനാട്ടിലെ വേഗത ഏറുമ്പോൾ നമുക്ക് ആറന്മുള ശൈലിക്കാണ് കൂടുന്നത്. ആറന്മുള ശൈലിയിലെ പാട്ട് പാടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഭഗവാനിൽ ലയിച്ചു പോകും. കുട്ടനാട് ശൈലിയിലാവുമ്പോൾ അതില്ല. അവർക്ക് വായ്ത്താരി നല്ല സ്പീഡായിരിക്കണം, ഒരു സ്റ്റൈലിലാണ് കുട്ടനാട് ശൈലി വരുന്നത്. അതുപോലെ അവർക്ക് നമ്മൾ ഗോവിന്ദ വിളിക്കുമ്പോൾ അവർ ആർപ്പോ ഈയോ ആണ് വിളിക്കാറുള്ളത്. അത് തമ്മിൽ ഒരിക്കലും യോജിച്ച് ഒരു വേദിയിൽ ഇത് അവതരിപ്പിക്കരുതെന്ന് തന്നെ ആണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ട സർക്കാർ എന്തെങ്കിലും നടപടി ചെയ്യുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഒരു കാലത്ത് ആറന്മുള ഇപ്പോൾ ഏറ്റവും കൂടുതൽ കലോത്സവ വേദികളിൽ കാണുന്നത് ആറന്മുള ശൈലി മാത്രമാണ്. വളരെ ചുരുക്കം സ്കൂളുകളിൽ നിന്ന് ഈ കുട്ടനാട് ശൈലി വരുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു ശൈലി ഒഴിവാക്കി പോകാൻ ഇടയുണ്ട്. അപ്പോൾ ആറന്മുള ശൈലിയും വഞ്ചിപ്പാട്ടാണ്, കുട്ടനാട് ശൈലിയും വഞ്ചിപ്പാട്ടാണ്. അത് കുചേലവൃത്തമുണ്ട്, പലതരം വഞ്ചിപ്പാട്ടുകളും ഉണ്ട്. എങ്കിൽ പോലും രണ്ടിലും കുട്ടികൾ പങ്കെടുത്ത് വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ 2 ശൈലികളും വേറിട്ട് മത്സരം നടത്തുന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആറന്മുള ശൈലിയിലുള്ള 2 ഇരടികൾ ചേട്ടൻ നമുക്ക് ഗോവിന്ദ നാമ സങ്കീർത്തനം, ഹരിഗോവിന്ദ നമുക്ക് തുടങ്ങി. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോപാല ബാല ഓ ഗോവിന്ദ ഗോപാല ബാല ഗോവിന്ദ ഗോപാല ബാല ഗോപീജന മനോഹര തകതോ തീരകതോ തകതീയതിത്തോദിത്തോദിഗിതോ. ഹരിനാമ ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്നുള്ള ഈ ഭഗവാന്റെ നാമസങ്കീർത്തനം പാടിയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ സർക്കാരിന്റെ മുമ്പിലോട്ട് ഈ നിവേദനം വെക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ആറന്മുള ശൈലിയിൽ തന്നെ വരും കാലങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിന് പ്രാമുഖ്യം നൽകണമെന്നാണ് ഇവിടെ നിന്നും പറയാനുള്ളത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശൂർ.